സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീൻ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, ഗവർണർ പറഞ്ഞാൽ, അതായത് രാജ്ഭവൻ പറഞ്ഞാൽ പിന്നെ അനുസരിക്കാതെ മറ്റെന്ത് ചെയ്യും? ആദ്യം അദ്ദേഹം പറഞ്ഞത് എന്താണെന്നൊന്ന് കേൾക്കാം, അതിനുശേഷം പ്രതികരിക്കാം. സ്വാതന്ത്ര്യാഘോഷത്തിൽ വന്ദേമാതരം പൂർണ്ണമായും കർശനമായി ആലപിക്കണം എന്നുള്ള നിർദ്ദേശം ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ്. രാജ്ഭവനിൽ നിന്നൊരു നിർദ്ദേശം കൊടുക്കാൻ പറയുമ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറി കൊടുക്കേണ്ടി വരില്ലേ? അതാണ് അതിൽ സംഭവിച്ചത്. അല്ലാതെ അത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതോ പുതിയ സംഗതിയോ അല്ല. വന്ദേമാതരം സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പിന്നെ നമുക്കറിയാലോ, ഇപ്പൊ പുതിയ നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ ഗവൺമെന്റ് ഇത് പ്രഖ്യാപിച്ച് നൽകിയതല്ല. ഇത് സത്യത്തിൽ രാജ്ഭവനിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശം, രാജ്ഭവനിൽ നിന്ന് ഗവർണറിൽ നിന്ന് വരുന്ന നിർദ്ദേശം പാസ് ചെയ്യണ്ടേ? അങ്ങനെ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണം എന്ന സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിനെക്കുറിച്ചാണ്, ആ വിവാദത്തെക്കുറിച്ചാണ് മന്ത്രിയുടെ ഈ പ്രതികരണം. എങ്ങനെയുണ്ട്? ഗവർണർ നിർദ്ദേശിച്ചാൽ, രാജ്ഭവൻ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ഒരു മന്ത്രിയുടെ ചോദ്യം. ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനവിടെ ഇരിക്കണം? ഗവർണർ ഭരിച്ചാൽ പോരെ? ഗവർണറുടെ രാഷ്ട്രീയ നിലപാടുകൾ അറിയാത്തവരാണോ ഇന്ന് UDF നേതൃത്വം നൽകുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഗവർണർ നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമാണ്, RSSൻ്റെ രാഷ്ട്രീയമാണ്. RSSൻ്റെയും BJPയുടെയും രാഷ്ട്രീയം ഗവർണറിലൂടെ വരുമ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് എന്ന പ്രസക്തമായ ചോദ്യമല്ലേ ഇവിടെ വരുന്നത്? ഇവിടെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറുമായി ഏറ്റുമുട്ടലിനില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഗവർണറുടെ നിലപാടെന്താണ്? അത് BJP നിലപാടാണ്, കേന്ദ്ര നിലപാടാണ്. ആ നിലപാടിനോട് ഞങ്ങൾ ഏറ്റുമുട്ടാനില്ല എന്ന് പറയുക മാത്രമല്ല, രാജ്ഭവൻ്റെ നിർദ്ദേശം ഞങ്ങൾ ഇവിടെ അക്ഷരം തെറ്റാതെ നടപ്പിലാക്കും എന്ന് പറയുന്നത് നഗ്നമായ BJP സേവയല്ലാതെ മറ്റെന്താണ്? മുസ്ലിം ലീഗുകാർ ഇതേക്കുറിച്ചൊന്ന് പ്രതികരിക്കുന്നത് നല്ലതാണ്. മുസ്ലിം ലീഗുകാർ മാത്രമല്ല, അവരെ പിന്തുണക്കാൻ ഓടി നടന്ന വേറെയും ചില കൂട്ടരുണ്ടല്ലോ. കേരളത്തിലെമ്പാടും നടന്ന് CPM BJP ഡീൽ എന്ന് ആർത്ത് വിളിച്ച ആളുകൾ, കള്ളപ്രചാരവേല നിരന്തരം നടത്തിയവർ. എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് ഇതേക്കുറിച്ച്? ഒരു മന്ത്രി പരസ്യമായി പറയാണ്, രാജ്ഭവൻ നിർദ്ദേശിച്ചാൽ പിന്നെ ഉത്തരവിറക്കുകയല്ലാതെ മറ്റു മാർഗമില്ലല്ലോ എന്ന് പറഞ്ഞ ബൈറ്റാണ് നിങ്ങൾ നേരത്തെ കേട്ടത്. ഇത് യഥാർത്ഥത്തിൽ ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. അത് വഖഫ് ബോർഡിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എടുത്ത നിലപാട്, അതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്വീകരിച്ച സമീപനം, PM ശ്രീ വിഷയത്തിലെ U-ടേൺ, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയിട്ടുള്ള പ്രശ്നം, ഇതിലെല്ലാം ഒന്നൊന്നായി ഇവരുടെ BJP സേവ പൂർണ്ണമായും വ്യക്തമാക്കുന്നതാണ്. ഇപ്പം യഥാർത്ഥത്തിൽ എന്തൊരു ദുരന്തമാണ് ഇവരുടെ നിലപാട്. ഒരു സംസ്ഥാന ഗവൺമെൻറ്, UDFൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ BJPയുടെ നിലപാടുകൾക്ക് അനുസൃതമായി തങ്ങളുടെ നിലപാടുകൾ ചിട്ടപ്പെടുത്തുമ്പോൾ UDFൻ്റെ, കോൺഗ്രസിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ അണികൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് എന്താണ്? കേൾക്കാൻ വലിയ താല്പര്യമുണ്ട്. ഞങ്ങളെ തെറി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ പല കമൻറ്റുകളും അങ്ങനെ വരുന്നുണ്ട്. സംവാദം നടത്തുമ്പോൾ കൃത്യമായ മറുപടി നൽകണം. ഇതേക്കുറിച്ച്, ഈ നിലപാടിനെക്കുറിച്ച് നിങ്ങളുടെ സമീപനം എന്താണ്? കഴിഞ്ഞൊരു ഗവൺമെൻറ്, കേരളത്തിൽ LDF ഗവൺമെൻറ് BJPയുടെ നിലപാടുകൾക്കെതിരായി, BJPയുടെ വർഗീയ നിലപാടുകൾ ഗവർണറിലൂടെ സർവകലാശാലകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ധീരമായ നിലപാട് സ്വീകരിച്ച LDF ഗവൺമെൻറ് ഉണ്ട്. ആ LDF ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ നിന്ന് പൂർണ്ണമായും പുറകോട്ട് പോവുകയും ഗവർണർ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയും ചെയ്യുകയാണ് UDF. ഇത് നാട്ടിലെ ജനങ്ങൾ കാണണം, തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? ₹1 മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്.
കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം, പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.